Hi friends, welcome to TechiSpace Malayalam. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme X2 Proന്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ്. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ ആണ്. ഡീറ്റെയിൽ പെർഫോമൻസ് റിവ്യൂ, ക്യാമറ, ഗെയിമിംഗ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ബോക്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സൈഡിൽ റിയൽമി X2 Pro എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് തുറന്ന് അകത്തെ കാര്യങ്ങൾ നോക്കാം. പതിവ് പോലൊരു ഡോക്യുമെൻറ്റേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു കേസ് നമുക്ക് ഇതിൻ്റെ ഒപ്പം ലഭിക്കുന്നുണ്ട്. ഒരു നല്ല ക്വാളിറ്റി ഉള്ള കേസാണെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് ഫോണൊന്ന് പുറത്തെടുത്ത് നോക്കാം. നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഫോൺ സ്റ്റിക്കറൊക്കെ പൊളിക്കുന്നതിന് മുമ്പ് ബോക്സിനകത്ത് മറ്റെന്തൊക്കെയുണ്ടെന്ന് കൂടി നോക്കാം. നമുക്കൊരു ടൈപ്പ് സി കേബിൾ, താഴെ നമുക്ക് സിം ഇജക്ടർ ടൂൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് സൂപ്പർ വോക്ക് ചാർജർ നമുക്ക് ഇതിനൊപ്പം അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഫോണിൻ്റെ സ്റ്റിക്കറൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഫോൺ എങ്ങനെയാണെന്ന് നോക്കാം. നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ബാക്ക് സൈഡിലും നല്ലൊരു അട്രാക്റ്റീവ് ഡിസൈൻ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഫോണിന് അല്പം വെയിറ്റ് ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ താഴെ ഇയർഫോൺ ജാക്ക്, ടൈപ്പ് സി ചാർജിങ് പോർട്ട്, ഇയർഫോൺ, അതുപോലെ തന്നെ മൈക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫോണൊന്ന് കേസിനകത്ത് ഇട്ട് നോക്കാം. വളരെ കറക്റ്റായിട്ട് തന്നെ സൂട്ടാവുന്നുണ്ട്. കേസ് ഇട്ടാലും നല്ലൊരു അട്രാക്റ്റീവ് ഫീൽ തന്നെയാണ് നമുക്ക് ബാക്ക് സൈഡിലും ലഭിക്കുന്നത്. ഇനി നമുക്ക് ഫോണൊന്ന് ഓൺ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ടൈം ഇനീഷ്യലൈസേഷൻ പ്രോസസ്സിന് അല്പം സമയമെടുക്കുന്നുണ്ട്. അങ്ങനെ ഫോൺ ഇവിടെ ഓണായി വന്നിരിക്കുകയാണ്. നല്ലൊരു അട്രാക്റ്റീവ് യൂസർ ഇൻ്റർഫേസാണ് നമുക്ക് ആദ്യമേ കാണാനായിട്ട് സാധിക്കുന്നത്. നല്ലൊരു ഫാസ്റ്റ് ആൻഡ് റെസ്പോൺസീവ് ഡിസൈനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. യാതൊരുവിധ ലാഗും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനി നമുക്ക് സാർ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹെഡ് വെയ്റ്റ് 1.160, ബോഡി വെയ്റ്റ് 0.582. ഇനി നമുക്ക് ഫോണിൻ്റെ സെറ്റിങ്സിൽ അബൌട്ട് ഫോൺ സെക്ഷൻ ഒന്ന് എടുത്ത് നോക്കാം. ആൻഡ്രോയിഡ് വേർഷൻ 9 ആണ് വരുന്നത്. പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 855 പ്ലസ് ഒക്ടാകോർ പ്രോസസ്സറാണ് വരുന്നത്. റാം 8GB. ഡിവൈസ് സ്റ്റോറേജിൽ ഇൻറ്റേർണൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 128GB യൂസറിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക 114GB ആണ്. ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലെവൽ 5th November ആണ്. ഇനി നമുക്ക് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. തീർച്ചയായും നമുക്ക് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറവ് ഉപയോഗിക്കുന്ന ആപ്സൊക്കെ നമുക്ക് ഇതിനകത്ത് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ ഒരു റെസ്പോൺസീവ്നെസ് നോക്കാം. ഫിംഗർ പ്രിൻറ്റ് സെൻസർ നല്ല സ്പീഡിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഫിംഗർ വയ്ക്കുന്ന ഇൻസ്റ്റൻറ്റിൽ തന്നെ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ് റെക്കഗ്നിഷൻ ആണെങ്കിലും നല്ലൊരു റെസ്പോൺസീവ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു ഇൻസ്റ്റൻറ്റ് തന്നെ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് ഫോൺ അൺലോക്ക് ചെയ്യുന്നുണ്ട്. മെയിൻ ക്യാമറ 64 മെഗാപിക്സലാണ് വരുന്നത്. സാംസങ് GW1 സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം 13 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ്, 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ, 2 മെഗാപിക്സലിൻ്റെ പോർട്രേറ്റ് ലെൻസ് കൂടി വരുന്നുണ്ട്. 16 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് റിയൽമി X2 Proയിൽ വരുന്നത്. ഇൻബിൽട്ട് ക്യാമറ ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്,
HDR, wide angle, ultra wide angle, macro lens. ക്യാമറ സെറ്റിങ്സിൽ നമുക്ക് ടച്ച് ടു ടേക്ക് ഫോട്ടോ, ഗ്രിഡ്, AI സീൻ റെക്കഗ്നിഷൻ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. റിയർ ക്യാമറയിൽ 4K 180 720p വീഡിയോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. 30 ഫ്രെയിം പെർ സെക്കൻഡ് അല്ലെങ്കിൽ 60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് അതുപോലെ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോ, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 180p അല്ലെങ്കിൽ 720p വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് സിം ട്രേ ഒന്ന് എടുത്ത് നോക്കാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണോ വരുന്നത്, ഡുവൽ കാർഡ് സ്ലോട്ടാണോ വരുന്നത് നോക്കാം. Realme X2 Proയിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് അല്ല വരുന്നത്. നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇനി നമുക്ക് ഫോണൊന്ന് റീബൂട്ട് ചെയ്ത് നോക്കാം. എന്തോരം സമയം എടുത്തിട്ടാണ് റീബൂട്ട് ചെയ്ത് വരുന്നത് നോക്കാം. വളരെ വേഗത്തിൽ തന്നെ Realme X2 Pro റീബൂട്ട് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗിവ് അവേകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.